ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം 6ഓളം സ്റ്റോക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്ന 2 സ്റ്റോക്കുകളെന്ന് പറയുന്നത് പെന്നി സ്റ്റോക്കിൻ്റെ റേഞ്ചിൽ വരുന്നതാണ്. വളരെ വില കുറഞ്ഞ സ്റ്റോക്കുകളാണ്. 13 രൂപ 22 രൂപ റേഞ്ചിലുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ പെന്നി സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസ്ക് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്നെ വേണം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം ഈ 13 രൂപ 22 രൂപ റേഞ്ചിലുള്ള സ്റ്റോക്കുകളിൽ ഇപ്പം നിലവിലെ ഒരു വില നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുമെങ്കിലും അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഒന്നുകൂടെ ബെറ്റർ ആയിക്കഴിഞ്ഞാൽ, റിസൾട്ടുകൾ ബെറ്റർ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടൈമിൽ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നിങ്ങൾക്ക് നൽകാൻ പൊട്ടൻഷ്യലുള്ള 2 സ്റ്റോക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തുടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്നൊരു മൾട്ടി ബാഗ് റിട്ടേൺ അല്ല നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൽ ചില ഘടകങ്ങളാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ തുടർന്നുള്ള ഷോർട്ട് ടൈം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതും പിന്നെ ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യാവുന്നതുമായിട്ടുള്ള സ്റ്റോക്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 13 രൂപ റേഞ്ചിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ആശാപൂരി ഗോൾഡ് ഓർണമെൻറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. റീസെൻ്റ്ലി റിസൾട്ട് വന്നിരുന്നു. അത്യാവശ്യം തെറ്റില്ലാത്തൊരു റിസൾട്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് 25 വർഷത്തോളം ഗോൾഡിൻ്റെ ഒരു ഹോൾസെയിലേജ് അതുപോലെ മാനുഫാക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വളരെ വെൽ നോൺ ആയിട്ടുള്ള ക്ലയൻസാണ് ഈ ഒരു കമ്പനിക്കുള്ളത്. അതായത് തനിഷ്ക്, അതുപോലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജോയ് ആൽക്കാസ്, ഭീമ പോലെയുള്ള വെൽ നോൺ ആയിട്ടുള്ള കമ്പനികൾ ഈ ഒരു കമ്പനിയുടെ ക്ലയൻസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു പോസിറ്റീവ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു കമ്പനീനെ സംബന്ധിച്ച് ഒരു 41 കോടി രൂപയുടെ ഒരു ഓർഡർ ഈ കമ്പനിക്ക് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കിതിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേബിളായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കമ്പനിയിൽ ഹോൾഡിംഗ് ഉണ്ട്. അതുപോലെ പ്രൊമോട്ടേഴ്സ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് ഉണ്ട്, അതായത് 62.45%. അത് ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ അവരുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 13 രൂപ റേഞ്ചിലാണ്. അപ്പോൾ നിങ്ങളുടേതായ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്താൻ സാധിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണിത്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 22 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാകോം എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മെയിനായിട്ട് ഇൻ്റർനെറ്റ് സർവീസുകൾ കേബിൾ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഒരു പോസിറ്റീവ് വശം, ഈ റീസെൻറ്റ് റിസൾട്ടുകളെല്ലാം തന്നെ നല്ലതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയെ റീസെൻ്റ്ലി റിലയൻസ് ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു. അപ്പോൾ റിലയൻസ് ഗ്രൂപ്പിന് ഏകദേശം 53% ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അതൊരു പൊട്ടൻഷ്യലാണ്. കാരണം ഒരു വലിയൊരു കമ്പനി ഇതിനെ ഏറ്റെടുക്കുമ്പോൾ തന്നെ അത് ഭാവിയിലേക്ക് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ വാല്യൂ കൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു ഘടകം നോക്കുന്നത് പ്രൊമോട്ട് ഹോൾഡിംഗ്. ഏകദേശം 75% പ്രൊമോട്ട് ഹോൾഡിങ്ങും ഈ ഒരു കമ്പനിയിലുണ്ട്. ഇപ്പോൾ 22 രൂപ റേഞ്ചിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യുകയും ഒരു പ്രോഫിറ്റിന് സെല്ല് ചെയ്യുകയും ചെയ്യാവുന്ന ഏറ്റവും റീസണലായിട്ട് റിസൾട്ടിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചൊരു കമ്പനിയാണ് KP എനർജി എന്ന് പറയുന്നത്. ഇത് KP ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് സോളാർ വിൻഡ് പവർ ജനറേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോളാർ പവർ പ്ലാന്റ്സ് അതുപോലെ തന്നെ വിൻഡ് പവർ പ്ലാന്റ്സും ഓൺ ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. നിലവിൽ 410 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഇതിൻ്റെ കമ്പനിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു പോസിറ്റീവ് മൊമെൻറ്റം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഒരു ഷോർട്ട് ടൈമിലേക്ക് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടൈം അല്ല, കാരണം ലോങ് ടൈം കുറച്ചും കൂടി നല്ല രീതിയിൽ ഫണ്ടമെൻ്റൽ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തിയിട്ട് വേണം ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്.
അതുപോലെ നമ്മൾ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ കമ്പനി എന്ന് പറയുന്നത് അവാൻറ്റർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. നമ്മൾ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പേഴ്സണലി ഇതൊരു മൈക്രോ ക്യാപ് സെഗ്മെൻറ്റിൽ പെട്ട നല്ലൊരു ഫണ്ടമെൻ്റലുള്ള ഒരു കമ്പനി കൂടിയാണ്. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ഒരു ലോങ് ടൈം ഹോൾഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് എൻഗേജ് ചെയ്യുന്നത് ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ വയർലെസ് ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റും ഡിസൈനിങ്ങും മെയിൻറ്റെയിനിങ്ങും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രധാനപ്പെട്ട ഒരു അതുപോലെ തന്നെ ഡിഫൻസ് ഇലക്ട്രോണിക്സ്, അതുപോലെ റഡാർ സിസ്റ്റംസ് തുടങ്ങിയവ മാനുഫാക്ചർ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എയറോസ്പേസ് അതുപോലെ തന്നെ ഡിഫൻസ് സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫണ്ടമെൻ്റൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫണ്ടമെൻ്റൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ CAGR ഗ്രോത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ 36% വരുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഫാക്ട്സും ROCയും നോക്കുകയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് ഈ സ്റ്റോക്ക്. അപ്പോൾ ഇത് നിലവിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. കാരണം അതിൻ്റെ റിസൾട്ട് 2 ദിവസത്തിനുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊരു പോസിറ്റീവ് മൊമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന, പേഴ്സണലി ഞാൻ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് കൂടിയാണത്. നിലവിൽ 122 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. അടുത്തത് 5ാമത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈമിലേക്ക് വാങ്ങാവുന്ന റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി IREDA. അപ്പോൾ ഇത് നമുക്ക് ഒരു ലോങ് ടൈം ബൈ കൂടിയാണ്. കാരണം റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ഒരു ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ റീസെൻറ്റ് ക്വാർട്ടേഴ്സിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ച് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഫോക്കസ് ഈ കമ്പനീനെ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിലവിൽ 168 രൂപ റേഞ്ചിലാണ്. ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യാവുന്ന നല്ലൊരു സ്റ്റോക്ക് കൂടിയാണ്. നമ്മൾ പരിചയപ്പെടുത്തുന്ന 6ാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതും റീസെൻ്റ്ലി റിസൾട്ട് വന്ന കമ്പനിയാണ്. മെയിനായിട്ട് IT സെഗ്മെൻറ്റിൽ നിന്നുള്ള IT സ്പേസിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. ഒരു ലോങ് ടൈമിലേക്ക് വളരെ നല്ലൊരു കമ്പനി കൂടിയാണ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് കമ്പനിയാണ്. അതായത് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് സ്ട്രാറ്റജി സർവീസുകളും മറ്റ് കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് അവരുടെ ബിസിനസ്സിനെ മോഡേണൈസ് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനീനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ഒരു ഇൻഡസ്ട്രിയൽ ലീഡിങ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ളൊരു കമ്പനിയാണ്. ഒരു ഓർഗാനിക് റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 35% ഗ്രോത്താണ് 2021 തന്നെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ടൈമിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗ്രോത്ത്, ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ള കമ്പയറിങ് ടു പിയർ ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം. എനിക്ക് തോന്നുന്നത് ലോങ് ടൈം ബൈ കൂടിയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിലവിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 3526 രൂപയാണ്. എന്നിരുന്നാലും ഇതിലൊരു കറക്ഷൻ വരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലോങ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 6ഓളം സ്റ്റോക്കുകളാണ് പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഈ ഓരോ സ്റ്റോക്കുകളും നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ തുടർന്നും ഉള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.